നമസ്കാരം. 1202 ആണ്ട് ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പൂയം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 1202 ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം 31 വരെ വ്യാഴം 1ഉം 2ഉം ഭാവങ്ങളിലൂടെയാണ് ഗോചരം ചെയ്യുന്നത്. ശനി 9ഉം 10ഉം ഭാവങ്ങളിലും 8ഉം രാഹു 8ഉം 7ഉം ഭാവങ്ങളിലും ഗോചരമാകയാൽ സൗഭാഗ്യം ഉണ്ടാകുമെങ്കിലും ഒരുപാട് വെല്ലുവിളികൾ കർമ്മരംഗത്തും ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. വർഷമധ്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിക്കാം. ശാരീരികമായിട്ടുള്ള പരുക്കുകളൊക്കെ വന്നുപെടാം. വീഴ്ചയോ പതനോ ഒക്കെ ഉണ്ടാവാം. വളരെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. മനോദുഃഖത്തിനും അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതകൾ കാണുന്നുണ്ട്. നേട്ടം ഉണ്ടാക്കുന്ന പല പദ്ധതികളും നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയും. വ്യവഹാരം, കേസ് ഇവയിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ തടസ്സം വന്നുപെടാം. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠനമൊക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് പുതിയൊരു തൊഴിൽ കിട്ടാനൊക്കെ ആയിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും പരസ്പരം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഉദരരോഗം, ഉഷ്ണരോഗം ഇവയൊക്കെ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ദൂരദേശ യാത്രകൾ പലതും അലച്ചിലുകളാകുകയും അതുകൊണ്ട് തന്നെ ധനനഷ്ടവും വന്നു ചേരാം. കലാകായിക രംഗത്തുള്ളവർക്കും നാടക സിനിമാ രംഗത്തുള്ളവർക്കും ഒക്കെ അംഗീകാരവും പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതാണ്. ചിലവുകൾ ധാരാളമായിട്ട് അധികരിക്കുന്ന ഒരു വർഷമാണ്. ബന്ധുജന വിയോഗം, ഏറ്റവും അടുത്ത ബന്ധുജന വിയോഗം ഉണ്ടാകുന്നുണ്ട്. കഠിന പരിശ്രമത്തിലൂടെ കർമ്മരംഗത്ത് പ്രവർത്തിച്ചാൽ ധാരാളം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സാമ്പത്തിക ലാഭമൊക്കെ. പക്ഷെ കഠിനമായിട്ടുള്ള പരിശ്രമം ചെയ്യേണ്ടി വരുന്നതാണ്. ചെറിയ രീതിയിലുള്ള അലച്ചിലോ നിരാശയോ മടിയോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം അതേപോലെ ഇല്ലാതാകുന്നൊരു കാലം തന്നെയാണ്. സുഹൃത്തുക്കളുമായിട്ട് സാമ്പത്തിക കാര്യത്തിലെ തർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ വന്നു ചേരാൻ യോഗം കാണുന്നു. രോഗാരിഷ്ടകൾ വന്നുപെടുന്നത് കൊണ്ട് തന്നെ നല്ലതുപോലെയുള്ള ചികിത്സകളും രോഗത്തിന് യഥാസമയത്ത് ഗൗരവമായിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആശുപത്രിവാസമോ വീഴ്ചയോ ഒക്കെ വന്ന് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണഫലങ്ങൾക്കായിട്ട് വ്യാഴാഴ്ച ദിവസം ധന്വന്തരമൂർത്തിക്ക് വഴിപാട് ചെയ്യുന്നതും മഹാദേവന് മഹാമൃത്യുഞ്ജയ ഹോമം പുഷ്പാഞ്ജലിയായിട്ട് ചെയ്യുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും. ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്ര ദർശനമൊക്കെ ഒന്ന് പോയിട്ട് ചെയ്ത് പ്രാർത്ഥനയൊക്കെ നടത്തി ഈശ്വരാനുഗ്രഹം ഉണ്ടാക്കാൻ നോക്കുക. ഭാഗ്യസൂക്തം വീട്ടിലിരുന്ന് തന്നെ പാരായണം ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും. പ്രത്യേകിച്ച് വ്യാഴകാലഹോരയിൽ ഭാഗ്യസൂക്തം പാരായണം 3 രൂപയോ 5 രൂപയോ 7 രൂപയോ ഒക്കെ പാരായണം ചെയ്യുന്നത് നന്നായിരിക്കും ഗുണാനുഭവങ്ങൾക്കായിട്ട്.